നമസ്കാരം. NEBOSH IG2യുടെ രണ്ടാമത്തെ യൂണിറ്റായ IG2 റിസ്ക് അസസ്മെൻറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ തുടങ്ങി റിസ്ക് അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൈ നെയിം ഈസ് അജീഷ്. വെൽക്കം ടു മൈ ചാനൽ QHS ഇൻ നോളജ് വേൾഡ്. ആദ്യം എന്താണ് റിസ്ക് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ IG1 സിലബസിലുള്ള എലമെൻറ്റ്സ് 1 മുതൽ 11 വരെയുള്ള ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെ നിങ്ങൾ പഠിച്ച അറിവുകൾ പ്രാക്ടിക്കലി നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് വിലയിരുത്തുന്നതാണ് IG2 റിസ്ക് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേണിംഗ് പാർട്ട്ണർ അഥവാ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന NEBOSH IGC ഇലക്ട്രോണിക് സബ്മിഷൻ ഫോം ഉപയോഗിച്ചാണ് നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഇലക്ട്രോണിക് സബ്മിഷൻ ഫോമിൽ 4 പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ പാർട്ടിനും അതിൻ്റേതായ കുറച്ച് റിക്വയർമെൻറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും എക്സാമിനർ നിങ്ങളുടെ സബ്മിഷനിലൂടെ വെരിഫൈ ചെയ്യുന്നത്. റിസ്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ചെക്ക് ലിസ്റ്റ് NEBOSH നൽകിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ചെക്ക് ലിസ്റ്റിൽ ഉള്ള ക്രൈറ്റീരിയൽ മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് IG2 റിസ്ക് അസസ്മെൻറ്റ് പാസ്സാകാൻ സാധിക്കും. IG2വിൽ മാർക്കിംഗ് സിസ്റ്റം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല, പാസ് ഓർ ഫെയിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ വന്നാൽ റിസൾട്ട് ഫെയിലാകും. സോ ചെക്ക് ലിസ്റ്റിൻ്റെ ഓരോ പാർട്ടിലും എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണുള്ളതെന്ന് നോക്കാം. IG2 റിക്വയർമെൻറ്റ്സിൻ്റെ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ നിങ്ങൾ എക്സാം ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ഓരോ പാർട്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് ടിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വിജയിക്കാൻ സാധിക്കും. സോ പാർട്ട് 1 ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ, പാർട്ട് 2 റിസ്ക് അസസ്മെൻറ്റ്, പാർട്ട് 3 പ്രയോറിറ്റൈസ് 3 ആക്ഷൻസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ സെലക്ഷൻ, പാർട്ട് 4 റിവ്യൂ, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ചെക്ക്. ഇങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റിനെ തിരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാം ഇലക്ട്രോണിക് സബ്മിഷൻ ഫോമിലും പ്രധാനമായിട്ടും 4 പാർട്ടാണുള്ളത്. ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ ഇനി ഓരോന്നും നമുക്ക് 1 by 1 ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പാർട്ട് 1 ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ മെത്തഡോളജി യൂസ്ഡ്. സോ ഈ കാണുന്നതാണ് NEBOSH നിങ്ങൾക്ക് തരുന്ന ഇലക്ട്രോണിക് സബ്മിഷൻ ഫോം. സോ ഈ ഇലക്ട്രോണിക് സബ്മിഷൻ ഫോം ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ലേണർ നമ്പർ, ലേണർ നെയിം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് കിട്ടുന്ന വേർഡ് ഫോർമാറ്റിൽ ഫൂട്ടിംഗ് ആയിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഫൂട്ടിങ്ങിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലേണർ നമ്പർ അതുപോലെ നിങ്ങളുടെ നെയിം ആദ്യം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്യാൻ തുടങ്ങാം. സോ പാർട്ട് 1 ഇവാലുവേഷൻ ചെക്ക് ലിസ്റ്റിൽ പാർട്ട് 1ൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇലക്ട്രോണിക് ഫോമായി അഥവാ ആൻസർ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് ഹാൻഡ് റിട്ടൺ ആയി വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ പരമാവധി ഇലക്ട്രോണിക് സബ്മിഷൻ ഫോം യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കുള്ള ബെറ്റർ ഓപ്ഷൻ. സോ നമുക്കിവിടെ കാണാം പാർട്ട് 1 അഥവാ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് കമ്പനിയാണോ നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. സോ ഇവിടെ ഫസ്റ്റ് കോളം നിങ്ങൾക്ക് കാണാം നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ, സൈറ്റ് ലൊക്കേഷൻ, നമ്പർ ഓഫ് വർക്കേഴ്സ്, ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ, description of the area to be included in the risk assessment, any other relevant information. So ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആദ്യത്തെ പാർട്ടിലുള്ള ടോപ്പിക്സ്. സോ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത് എന്തെന്നാൽ കമ്പനിയുടെ പേര്, സൈറ്റ് ലൊക്കേഷൻ. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ if you are worried about the confidentiality you can invert a false name and location
for your organization, but all the information provided must be factual. അതായത് ചില കമ്പനികൾക്ക് അവരുടെ HSE ക്വാളിറ്റി റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും സൂക്ഷിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അവരുടെ സമ്മതമില്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ISO ക്വാളിറ്റി മാനേജ്മെൻറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ എസ്പെഷ്യലി ISO 17025 പോലുള്ള സ്റ്റാൻഡേർഡ്സ് കോൺഫിഡൻഷ്യാലിറ്റിയെ പറ്റി ഡീറ്റെയിൽഡ് ആയി പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത ഓർഗനൈസേഷൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ അതേ നെയിം തന്നെ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫേക്ക് നെയിമും കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം അത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനും അടുത്ത റോയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം ഇൻ്റർനാഷണൽ ജനറൽ ഗ്രേഡ് ലിമിറ്റഡ്. അതായത് ഇതൊരു എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ സെക്കൻഡ് കോളത്തിൽ നിങ്ങൾക്ക് സൈറ്റ്, അതായത് നിങ്ങൾ അസസ് ചെയ്യുന്ന ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ലൊക്കേഷൻ എവിടെയാണോ ആ സൈറ്റ് ലൊക്കേഷൻ ആണ് എഴുതേണ്ടത്. സോ തേർഡ് റോ നമ്പർ ഓഫ് വർക്കേഴ്സ്, അതായത് ആ ഒരു ലൊക്കേഷനിൽ എത്ര ടോട്ടൽ വർക്കേഴ്സ് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ എംപ്ലോയീസ് ഇവിടെ ഉണ്ടോ ആ ടോട്ടൽ എംപ്ലോയീസിനെ വേണം നമ്മൾ ഇവിടെ എഴുതാനുള്ളത്. ദെൻ ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ജനറൽ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അസസ് ചെയ്യുന്ന റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ, അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർ നടത്തുന്നത്. ജനറൽ ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് പ്രോഡക്ട്സ് ഓർ മാനുഫാക്ചറിങ് സർവീസസ് ഓഫ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, ഷിഫ്റ്റ് പാറ്റേൺസ് എക്സെട്ര. അതായത് എന്ത് മാനുഫാക്ചറിങ് ആണോ അതോ സർവീസ് പ്രൊവൈഡർ ആണോ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്, എത്ര ഷിഫ്റ്റായാണ് അവിടെ ഡ്യൂട്ടി ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ടത്. സോ നമുക്കിവിടെ നോക്കാം. IGG ലിമിറ്റഡ് ഈസ് എ മീഡിയം സൈസ്ഡ് ഗ്യാരേജ് വിത്ത് ഓഫീസസ്, വെഹിക്കിൾ റിപ്പയർ ഷോപ്പ് ഇൻക്ലൂഡിംഗ് സ്റ്റോർ ഏരിയ ആൻഡ് പെയിൻറ്റ് സ്പ്രേ ബൂത്ത്. ഇറ്റ് ഈസ് ഫാമിലി ഓൺഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി അതർ ബ്രാഞ്ചസ്. അതിൻ്റെ ബ്രാഞ്ചസിനെ പറ്റി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതിനെ പറ്റി. ദ ബിസിനസ് ഡസ് a lot of repairs and maintenance on vans, lorries and body repairs for the insurance companies on cars that have been involved in accidents. Servicing is also carried out for the members of the public. Typically, activities undertaken include moving spare parts from the stores to the workshop, engine repairs activities related to servicing, body repair, draining, fuel oil, spray booth activities including the use of paints that are solvent based. സോ നിങ്ങൾ അസസ് ചെയ്യുന്ന ആ ഏരിയയിൽ എന്താണ് നടക്കുന്നത്, ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ ഈ സെക്കൻഡ് പാരഗ്രാഫിലാക്കി എഴുതേണ്ടത്. മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ദ ഗ്യാരേജ് ഓപ്പറേറ്റ്സ് ഫ്രം 8 to 6 PM വീക്ക് ഡേയ്സ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ഓൺ വീക്കെൻഡ്സ്. അതായത് അവരുടെ ഷിഫ്റ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 8 മണി മുതൽ 6 മണി വരെയാണ്. അതോടൊപ്പം workers are only required to work 7 hours per day. So there are staggered start and finish time in place. So 7 മണിക്കൂറാണ് അവിടുത്തെ ഡ്യൂട്ടി ടൈം. സോ അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മളുടെ ഡ്യൂട്ടിയുടെ ഡ്യൂറേഷൻ, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, വീക്ക് ഡേയ്സ്, ഹോളിഡേയ്സ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഒറ്റ ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ, 8 to 6 PM. ടോട്ടൽ 7 അവേഴ്സാണ്, മണിക്കൂറാണ് വർക്ക് ചെയ്യാനുള്ള ടൈം. സോ തുടങ്ങിയ കാര്യങ്ങളാണ് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓർഗനൈസേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം എന്താ, നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ഓൾറെഡി ഫിൽഡ്, ദ സൈറ്റ് ലൊക്കേഷൻ, നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ്, general description, then description of the area to be included in the risk assessment. Suppose നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ലാർജ് ഓർഗനൈസേഷൻ ആണെന്ന് കരുതുക. സോ ആ ലാർജ് ഓർഗനൈസേഷൻ ടോട്ടലായി റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് ടൈം എടുക്കും. സോ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വർക്ക് നടക്കുന്ന ഏരിയ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുന്ന ഏരിയ ഏതാണോ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ അവർ പറഞ്ഞിരിക്കുന്നത് ദ റിസ്ക് അസസ്മെൻറ്റ് വിൽ കവർ ദ ഗ്യാരേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൺ ദ സ്റ്റോർ ഏരിയ ആൻഡ് സ്പ്രേ ബൂത്ത് ആക്ടിവിറ്റീസ്. ദ ഓഫീസ് ഏരിയ ഹാസ് എ സെപ്പറേറ്റ് റിസ്ക് അസസ്മെൻറ്റ്. സോ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക്ഷോപ്പും ഒരു ഗ്യാരേജിനോടൊപ്പം തന്നെ ഒരു ഓഫീസും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഓഫീസിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഗ്യാരേജിൻ്റെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നിങ്ങൾക്കും നിങ്ങളുടെ വിസിറ്റ് ചെയ്ത കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായാണ് നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രമായി ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനി അതർ റിലവൻറ്റ് ഇൻഫർമേഷൻ, അതായത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം റിസ്ക് അസസ്മെൻറ്റുമായും ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ അത് നമുക്ക് ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം, ദ ഫിനാൻസ് ഡയറക്ടർ ഹൂ റിപ്പോർട്ട്സ് ഡയറക്ട്ലി ടു ദ മാനേജിംഗ് ഡയറക്ടർ ഹാസ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. സോ ഇതാണ് ഇവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയി കൊടുത്തിരിക്കുന്നത്. അതായത് മാനേജിംഗ് ഡയറക്ടറെ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിനാൻസ് ഡയറക്ടർ ആണ് ഇവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. സോ അതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. കാര്യം ആരാണ് അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആ ആളിൻ്റെ പേരാണ് പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളിൻ്റെ പൊസിഷൻ എന്താണോ അതാണ് അതർ ഇൻഫർമേഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കോളം, അതായത് പാർട്ട് 1-ൽ തന്നെയുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ഹൗ ദ റിസ്ക് അസസ്മെൻറ്റ് വാസ് ക്യാരിഡ് ഔട്ട്. ദിസ് ഷുഡ് ഇൻക്ലൂഡ് source of information consultant, who you spoke to, and how you identified the hazards, what is already being done, and any additional control actions that may be required. ഇവിടെ എന്ത് മെത്തഡോളജി യൂസ് ചെയ്താണ് നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്തതെന്നാണ് എഴുതേണ്ടത്. അതായത് നിങ്ങൾ അസസ് ചെയ്ത മേഖലയുമായി ബന്ധപ്പെട്ട് ILO കോഡ് ഓഫ് പ്രാക്ടീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ ബ്രിട്ടീഷ് ഗവൺമെൻറ് വെബ്സൈറ്റായ www.hse.gov.uk തുടങ്ങിയ വെബ്സൈറ്റ് സന്ദർശിച്ച് ആവശ്യമായ ഡേറ്റകൾ കളക്ട് ചെയ്ത് ആ ഡേറ്റയോ അല്ലെങ്കിൽ MSDS അതുപോലെ മറ്റെന്തെങ്കിലും സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മറ്റുമാണ് ഇവിടെ എഴുതേണ്ടത്. സോ നമുക്ക് ആദ്യം നോക്കാം. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാൻ വിട്ടുപോയി, ഇവിടെ വേർഡ് കൗണ്ട് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും എത്ര വേർഡ്സിൽ കവിയാൻ പാടില്ല എന്ന് കൃത്യമായി നെബോഷ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ആദ്യത്തെ സെക്ഷൻ പാർട്ട് 1-ൻ്റെ ആദ്യത്തെ ടോപ്പിക്കിൽ തന്നെ 150 to 200 വേർഡ്സിലായിരിക്കണം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് നോക്കാം, 200 വേർഡ്സിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഇതിൽ നോക്കാം നമുക്ക് ഔട്ട്ലൈൻ ഹൗ ദ റിസ്ക് അസസ്മെൻറ്റ് വാസ് ക്യാരിഡ് ഔട്ട്. ദിസ് ഷുഡ് ഇൻക്ലൂഡ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ കൺസൾട്ടൻറ്റ്. അതായത് നിങ്ങൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ സോഴ്സസ് ആണ് ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചത്. അതായത് ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ പ്രാക്ടീസസ് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ ലഭിക്കുന്നതാണ്. ആ വെബ്സൈറ്റിൽ നിന്നും കളക്ട് ചെയ്ത എന്തെങ്കിലും ഡേറ്റയാണോ നിങ്ങൾ ഈ ഒരു അസസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ HSE.gov.uk തുടങ്ങിയ പോലുള്ള ഇൻ്റർനാഷണൽ വെബ്സൈറ്റ്സിൻ്റെ ഡേറ്റയാണോ, അതുമാത്രമല്ല ചിലപ്പോൾ എന്തെങ്കിലും ഗുഡ്സോ അതുമായി റിലേറ്റപ്പെട്ട എന്തെങ്കിലും റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ MSDS പോലുള്ള ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എന്ത് മെത്തഡോളജിയാണോ അവിടെ റിസ്ക് അസസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തത് അത് ആണ് ഫസ്റ്റ് പാരഗ്രാഫായി എഴുതേണ്ടത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് ഹൂ യു സ്പോക്ക് ടു and how you identify the hazards, what is already being done, and any additional control actions that may be required. ആരെയാണ് നിങ്ങൾ കൺസൾട്ട് ചെയ്തത്? ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ ഒരു അസസ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതല്ല. സോ റെസ്പോൺസിബിൾ ആയ പേഴ്സൺ ആരാണോ ആ ആളിനെ ആദ്യം മീറ്റ് ചെയ്യുക. ആരെയാണോ നിങ്ങൾ മീറ്റ് ചെയ്തത്, റിസ്ക് അസസ്മെൻറ്റ് ചെയ്തപ്പോഴുള്ള ഹസാർഡ്സ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. സോ നമുക്ക് നോക്കാം, ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് നേരത്തെ പറഞ്ഞ സോഴ്സസ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു നിങ്ങൾ ആദ്യം. I then went around the workshop and talked to people who were doing the job. This helped me to identify the hazards that were present along with any control measures in place. It is also allowed me to assess whether the current controls were adequate. The workers that I spoke information that wasn't obvious from just a visual inspection. For example, a lot of workers didn't know that there were dust masks available or the reasons why these should be worn. So ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തഡോളജി എന്നാൽ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ വർക്കേഴ്സുമായി അവർ സംസാരിച്ചു. വർക്കേഴ്സുമായി സംസാരിച്ചതിന് ശേഷം
കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് അവർക്ക്. ആ കിട്ടിയ ഇൻഫർമേഷൻസും അവരിവിടെ ജനറൽ ഡിസ്ക്രിപ്ഷനായി കൊടുത്തിട്ടുണ്ട്. ഐ ആൾസോ ചെക്ക്ഡ് ദ ആക്സിഡൻറ്റ് ബുക്ക് to see what type of incidents had occurred over the last 12 months and whether any of these incidents were recurring. I also checked the reasons for the sick absence again to see if there were any recurring themes for ill health. So നിങ്ങളുടെ അസസ്മെൻറ്റിൻ്റെ സമയത്ത് എന്തൊക്കെ വെരിഫൈ ചെയ്തോ ആ വെരിഫൈ ചെയ്ത കാര്യങ്ങൾ ഒരു സമ്മറിയായി വേണം ഇവിടെ എഴുതേണ്ടത്. Following the inspection, I referred back to the notes that I made during the inspection and the sources of information that I had already reviewed to help me to decide on any additional control measures or actions that were needed. So, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അഡീഷണൽ കൺട്രോൾ മെഷേഴ്സ് ആണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ ആരുമായിട്ടാണോ കൺവേ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക. നിങ്ങൾക്ക് എഴുതേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾ ഉപയോഗിച്ച അല്ലെങ്കിൽ റെഫർ ചെയ്ത വെബ് അഡ്രസ്സ് അല്ലെങ്കിൽ മറ്റ് സോഴ്സസ് ഏതാണ്ടോ അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്, ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പാർട്ട് 2 റിസ്ക് അസസ്മെൻറ്റ് മുതലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ QHSE നോളജ്.